ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് സൂമിലാണ്, തൃശ്ശൂര് മൃഗശാലയിലാണ്. ഇവിടെ കുറെ മൃഗങ്ങളും കാര്യങ്ങളല്ലേ, അടിപൊളിയാണ്. ചെമ്പൂക്കാലാണ് ഇത് കേട്ടോ. അതായത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ മാക്സിമം 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ ഇവിടെ. അപ്പൊ തന്നെ ഇതില് മറ്റേ സൂമില് ഒരുപാട് ഐറ്റംസുകളുണ്ട്, മൃഗങ്ങളായിട്ട്. ഞാൻ കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ, പുലിയൊന്നും ഞാൻ അതിലായിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ടിക്കറ്റ് എടുത്തു കേട്ടോ. ഒരാൾക്ക് 20 രൂപയുള്ള ടിക്കറ്റ് എടുത്ത്. അപ്പൊ നമ്മള് ഉള്ളിൽ കയറാണ്, നമ്മള് ഉള്ളിൽ പോയിട്ട് മൃഗങ്ങളെ കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് കൊടുക്കണം. ആള് അത് കയറിയിട്ട് നമുക്ക്. അപ്പൊ നമ്മൾക്ക് ടിക്കറ്റ് നമ്മള് കട്ട് ചെയ്ത്. ഇതെന്താ നീല വെള്ളം? വെള്ളമുണ്ട് ഇവിടെ. ഇത് എന്താണ് റെഡ് കളർ എന്ന് അറിയാവോ? എന്തിന്റെയാ? ഞാവളും പഴം വീട്ടിലുള്ള വെള്ളം. അതല്ല, ഈ ഒരു ചുവപ്പ് കളർ വരുന്നുണ്ട്. അപ്പൊ നമ്മള് സൂമിലേക്ക് ആദ്യം കയറുമ്പോ കാണുന്ന കുറെ പക്ഷികളാണ്, തത്തകള്, പക്ഷികളൊക്കെയാണ്. പല ടൈപ്പുള്ള ടീഷർട്ടിന്റെ കളറും തത്തയുടെ കളറും ഒരേ കളറാണ്. അതെ, ആൺ തത്തകളിൽ ഇരുണ്ട നിറത്തിൽ കഴുത്തിന് ചുറ്റും ഒരു വളയം കാണപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്കും പെൺപക്ഷികൾക്ക് ഇത് വ്യക്തമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വരുമ്പോ തന്നെ നമുക്ക് തത്തകളൊക്കെയാണ്. തത്തയുടെ കളർ അതിന്റെ കളറൊക്കെ ഒന്ന് തന്നെയാണ്. എങ്ങനെ നോക്കിയാലും കാണുന്നത് ഭയങ്കര ശബ്ദമായിട്ട് തത്തകളുടെ ഒക്കെ അല്ലേ? ഭയങ്കര ശബ്ദമാണ്. ഇതൊക്കെ ചെയ്തിരിക്കണൊക്കെ പ്ലാവ്, ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇതിനെല്ലാം ഇതിന് കിട്ടാ. ഇവിടെ തത്ത മാത്രമല്ല, ആഫ്രിക്കൻ ചാരത്തത്ത. ആഫ്രിക്കൻ ചാരത്തത്ത. 5 മുതൽ 15 വർഷം വരെ ആയുസ്, 10 മുതൽ 15 വർഷം വരെ ആയുസ് ഉണ്ട് കേട്ടോ. 500-ൽ പരം ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിവുള്ള തത്തകളാണ്. 500-ൽ പരം ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിവുണ്ടായിരിക്കും. കൊള്ളാട്ടാ, 500-ൽ പരം ശബ്ദങ്ങളെ. ഇപ്പൊ തന്നെ നല്ല ശബ്ദങ്ങളൊക്കെ കൊള്ളാം. ഞാൻ വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടോ. നേരത്തെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 1 2 3 4 5 6 7 8 9 10 നല്ല ഭംഗിയുണ്ടല്ലേ. 2 കളറിലുണ്ട്, ചാരക്കളറും വെള്ളയുണ്ട്. കൊള്ളാം, എന്ത് രസമാണ്. അപ്പൊ ഈ ഒട്ടക പക്ഷികൾക്ക് വലിയ മുട്ടയല്ലേ? വലിയ മുട്ട ഉണ്ടാവുക, വലിയ മുട്ടയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മറ്റേ അമേരിക്കയില്, തെക്കേ അമേരിക്കയില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി. ഞാൻ വേറെ മയിലിനെ പോലെയാണ് ചെയ്യാൻ പോയത്. അതെ 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 ആവണമെന്നല്ല. ഇത് പിന്നെ അത് വേറെ പ്രത്യേകതയാണെങ്കിൽ നമ്മളെ കോഴികളൊക്കെ മുട്ടയിട്ട പെൺകോഴി തന്നെയാണ് അടയിരിക്കുക. പക്ഷെ ഇവിടെ മുട്ടയിട്ട് കഴിഞ്ഞാൽ ആൺ പക്ഷികളാണ് അടയിരിക്കുന്നതിന് കേട്ടോ, വിരിയാൻ വേണ്ടി. പിന്നെ എല്ലാരും ഇവിടെ നമ്മുടെ തൃശ്ശൂരുള്ള ഈ മൃഗശാലയിലേക്ക് വരുമ്പോ ആരും ഫീഡ് ചെയ്യാന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട. ഭക്ഷണം ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഭക്ഷണം ഒന്നും ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അനുവദിക്കില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ, നോക്കണോ കഴിക്കല്ലേ. ചാരക്കളർ. ഹലോ, ഞങ്ങൾ ആരാന്ന് മനസ്സിലായ? ഞങ്ങളൊരു സ്ഥലത്തുനിന്ന് വരിക. ഗുരുവായൂർ. എന്നെ ഗുരുവായൂർ. ആള് ഞങ്ങളെ കണ്ടപ്പോ ഞെട്ടിന്ന് തോന്നുന്നു. മൊത്തം കിളിപോട്ടിരിക്കണം. ഇതൊക്കെയാണ്. കൊള്ളാം. ചെവിയൊക്കെ ഉണ്ടല്ലേ, ചെറിയ ചെവിയാണ്. പിന്നെ ഇവരുടെ തൂവല് എപ്പോഴും ഇങ്ങനെ പൊന്തിച്ച് നടക്കും. അതാണ് അവരുടെ ഒരു ഇത് വരുന്നത്. പിന്നെ സൂമിൽ വരുമ്പോ ഒരു കാട് മയാണല്ലേ, മുളയൊക്കെ ആയിട്ട്. മുള ഫുള്ള് പച്ചപ്പാ, പുല്ലൊക്കെ വളർത്തി. അതെ, മഞ്ഞമുള. പുല്ലൊക്കെ വളർത്തി നല്ലൊരു കാടിന്റെ ഒരു അറ്റ്മോസ്ഫിയറിനെ. അത് വന്യജീവികളെ സംരക്ഷിക്കുന്ന സ്ഥലല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ കാട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജീവികളെ ശല്യം ചെയ്യുകയോ അവയ്ക്ക് ഭക്ഷണം നൽകുകയോ ചെയ്ത് പിടിക്കപ്പെടുന്ന സന്ദർശകർക്ക് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി നിയമം അനുസരിച്ച് 3000 രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. നല്ലൊരു കാര്യം. അതെ, അല്ല നല്ലൊരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും ഇതാണ് ദക്ഷിണ ഏഷ്യയിലും ആഫ്രിക്കയിലും വെള്ളക്കെട്ടുകളോട് കൂടിയ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന അതെ കരിക്കൊക്ക് എന്ന് പറയും. 20 മുതൽ 25 വർഷം വരെ ആയുസുണ്ട് ഇതിന് കേട്ടോ. മുട്ട വിരിയുന്നത് 27 മുതൽ 30 ദിവസം വരെ. നല്ല രസമുണ്ടല്ലേ കാണാൻ.
ഓ നല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ബ്ലാക്കും ഇവിടെ നിന്ന് കഴുത്തിനടിക്ക് മൊത്തം ബ്ലാക്ക് പിന്നെ തലയുടെ മറ്റേ നമുക്ക് കഷണ്ടി വരണ വെള്ള വെള്ളം കറപ്പൊക്കെ ആയിട്ട് കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ സ്റ്റൈലായി. ഇനി നമ്മളെ വലിയ വലിയ ജീവികളൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ കൂടാണ് അത് അവര് കൂട് കെട്ടിയതാണ് അവരെന്നെയല്ലേ പിന്നെ അവർക്ക് മുട്ടയിടാൻ വേണ്ടിട്ടേ കൊള്ളാം നല്ല രസമുണ്ട്. ചെമ്പരുന്ത് അല്ലേ? ചെമ്പരുന്ത്. അയ്യോ ചെമ്പരുന്ത് കൃഷ്ണപ്പരുന്ത് എന്നും പറയൂട്ടോ. ചെമ്പരുന്ത് കൃഷ്ണപ്പരുന്ത് കൃഷ്ണപ്പരുന്ത് ശരി ശരിയാ. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിനെ നമ്മൾ പേടിപ്പിച്ചു കഴിഞ്ഞാല് അത് ചത്ത പോലെ കിടക്കുന്നതിന് ഐഡിയാസ് പ്രയോഗിക്കുന്ന ഒരു പക്ഷിയും കൂടിയാണത്. ഓഹോ. അതുപോലെ ഇത് മൂങ്ങ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ മൂങ്ങനെ കുറിച്ച് എന്തായാലും ഒരു മോടെ ഫോട്ടോ ഉണ്ടാവും. പിന്നെ ഉറപ്പാ കണ്ടില്ലേ എന്തോരം മൂങ്ങ. അതായത് നമ്മുടെ ഏഷ്യയിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയാണത് കേട്ടോ. അത് കൊള്ളാല്ലേ. അതായത് ഈ പെൺപക്ഷീനെ അപേക്ഷിച്ച് ആൺപക്ഷികൾക്ക് നല്ല വലിപ്പായിരിക്കും ഇതിന്. ഇവ നല്ല ഭംഗിയാണ്. മൂങ്ങയ്ക്ക് രാത്രി മാത്രമേ കണ്ണ് കാണുള്ളൂ, പകല് കണ്ണ് കാണില്ല. കാര്യം കൂടി ഉണ്ട് മൂങ്ങയ്ക്ക് അല്ലേ? അവിടെ വെള്ളം കുടിക്കാനുള്ള ശബ്ദം കേട്ടിട്ട് നോക്കണത് ശ്രദ്ധിക്കുന്നത്. പിന്നെ അവിടെ ഒരു വെള്ളമൊക്കെ ഉണ്ട് അതിന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ മൃഗങ്ങളുടെ അടുത്ത് പോവുകയോ അവയ്ക്ക് ആഹാരം നൽകുകയോ ചെയ്തു. അത് എല്ലാ സ്ഥലത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പ്രകോലിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതാടാ കുറുക്കനാണത്. കുറുക്കൻ അതാ കിടക്കണ കുറുക്കൻ. കൗശലക്കാരനായ കുറുക്കൻ എന്നൊക്കെ പറയില്ല. ബുദ്ധിമാൻ. എന്താ മണം. അതെ കുറുക്കന്റെ മണം. കുറുക്കൻ ഇത് കടക്കാല അടപ്പാണ്. ഇവിടെ ഒരു കുറുക്കനോട് ഉണ്ട്. 3 കൂടുണ്ട്. 2 കുറുക്കനുള്ളൂ. ഇവിടെ കിടന്ന് ഉറങ്ങാൻ ആള് നല്ല ഉറക്കത്തിലാണ്. ക്ഷീണൊക്കെ മാറി ഫുഡൊക്കെ അടിച്ച് നല്ല ക്ഷീണം മാറ്റാൻ കിടന്നുറങ്ങായിരിക്കും. ഉച്ചമയക്കെന്നൊക്കെ പറയില്ലേ. ഇതാ കിടക്കണു. ഇതാ കണ്ടു കുറുക്കന്മാര് കണ്ട. കുറുക്കന്മാര് ഇഷ്ടം പോലെ ഉണ്ട്. ചെവി കണ്ടില്ലേ? 4 അപ്പൊ ഇവർക്ക് താമസിക്കാനുള്ള കൂടാണ് അത് തോന്നുന്നുണ്ടല്ലേ? അല്ല അതിന്റെ ഉള്ളിൽ വേറെ കൂടുണ്ട്. അപ്പൊ കുറച്ചുണ്ടാവും ചിലപ്പോ. കൊള്ളാല്ല എന്തിനാ. ശരിക്കും നായ്ക്കളുടെ ഒരു രൂപം തന്നെയല്ലേ കുറുക്കനെ കാണുമ്പോ. അങ്ങനെ ചാടി ഇറങ്ങി. അതുപോലെ തന്നെ ഈ കുറുക്കൻ 15 മുതൽ 20 വർഷം വരെയാണ് അത് ജീവിച്ചിരിക്കുക ആയുസുള്ളത്. അതല്ലേ? അതെ ഇന്ത്യയിലൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ്മ, നേപ്പാൾ എന്നിവിടെയെല്ലാം കാണപ്പെടുന്നുണ്ട്. കൊള്ളാം എന്തായാലും നല്ല രസമുണ്ട്. കുറുക്കന്മാര് സ്ഥലമാണ് ഇവിടെ മൊത്തം കുറുക്കന്മാരെ. കൊള്ളാട്ടെ. ഇവിടെ മൊത്തം രണ്ട് സൈഡിലും പുല്ലൊക്കെ വിരിച്ച് നല്ല മറ്റേ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ചപ്പൊക്കെയാണ്. നാടൻ മറ്റേ ഫ്ലവറുകളെല്ലാം പിടിപ്പിച്ചിട്ട് എന്തൊരു ഭംഗിയാണ്. കുറുക്കന്മാരെ നമ്മളിങ്ങോട്ട് വരുമ്പോ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. ആർട്ട് മ്യൂസിയം ഉണ്ട് ഇവിടെ മൊത്തം. പിന്നെ ചെറിയ ഈ ഇങ്ങനത്തെ ഒരു ഭരണൊക്കെ ഉണ്ട്. ഭരണ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ചൈന അങ്ങനെയുള്ള ആർട്ട് വർക്ക് ഉണ്ട്. അത് തന്നെ. പിന്നെ വെള്ളം കുടിക്കണ മറ്റേ വെള്ള കുപ്പി ഉണ്ടാവും. ആ കുപ്പിയുടെ അകത്ത് ഒരു വലിയ ബോട്ട്. അതൊക്കെ ആർട്ട് വർക്കിൽ പെട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. ഒരു പഴയ കൊട്ടാരത്തിന്റെ ഒരു സ്റ്റൈലാണ് അതിന്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാനത്. അപ്പൊ അതിൽ കയറേണ്ടവർക്ക് കയറാം. ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് വേണം, കുട്ടികൾക്ക് 5 രൂപ. ഈ ആർട്ട് മ്യൂസിയം ഉണ്ടല്ലോ, അവിടെ നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും പാടില്ല. അതിസുരക്ഷിത മേഖലയാണ് ആ സംഭവം. വീഡിയോ ഒന്നും പിടിക്കാൻ പാടില്ല. പിന്നെ അവിടെ കയറി കാണാൻ പറ്റും, വീഡിയോ പിടിക്കാൻ പറ്റില്ല. പിന്നെ അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചിരുന്നു. പിന്നെ നമുക്ക് വെളിയിലുള്ള സംഭവം കാണിച്ചിരുന്നു. നല്ല സ്റ്റൈലാണ് കാണാനത്. പഴയകാല കൊട്ടാരം പോലത്തെ കുറുക്കനും പുലിനും ഇങ്ങനെ കാണാം. സൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ അല്ലേ കണ്ടത്. അതെ ശരി. ഇതിലുള്ളത് പന്നിമാൻ പറഞ്ഞിട്ടുള്ള മാൻ തന്നെയാണ് കേട്ടോ. അത് പന്നിമാൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യകിഴക്കൻ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് ആ അറ്റത്താണ് പോയി കിടക്കുന്നത്. അത് 1, 2, 3 അറ്റത്താ പോയി കിടക്കുന്നത്. പക്ഷെ അത് ഇവിടെ വരെ വന്ന് കിടക്കുവായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാണാം. അതെ, ഇവിടെ ഇലയൊക്കെ വെച്ചിട്ടുണ്ട് ഫീഡ് ചെയ്യാനുള്ള. ചിലപ്പോ ക്ഷീണാവും 4 മണിക്കല്ലോ. അതെ, ക്ഷീണം കൊണ്ട് വന്ന് പോയി കിടക്കണതായിരിക്കാം. ആ അറ്റത്താ പോയി കിടക്കണത്. ശരിക്കും ഇവിടെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ മാൻ. അത്യാവശ്യം മാൻ ഉണ്ടതില്ലേ. പക്ഷെ അതൊക്കെ ആ അറ്റത്ത് പോയിരിക്കുക കാരണേ അതാണ് കുഴപ്പം.
പിന്നെ ഇവിടെ പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇവിടെ കാണാനൊന്നുമില്ല. ഇവിടെ എന്തേലും ജീവികൾ ഉണ്ടാവും. ഉണ്ട്. ഒട്ടകപക്ഷി വലിയ ഒട്ടകപക്ഷി. വലിയ ഒട്ടകപക്ഷി. അടിപൊളി. അവിടെ എന്താ ഫീഡ് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ ഉണ്ട് ഒട്ടകപക്ഷി ഉണ്ട്. വലിയ ഒട്ടകപക്ഷി ഉണ്ട്. ആഫ്രിക്കൻ മരുഭൂമികളിലും സമതലത്തിലും കണ്ടുവരുന്നു. ആഫ്രിക്കൻ മരുഭൂമികളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒട്ടകപക്ഷി ഉണ്ട്. നല്ല സ്റ്റൈലുണ്ട്. അതിന്റെ രോമം നിൽക്കണ എന്ത് ഭംഗിയ കാണല്ലേ. നല്ല സ്റ്റൈലുണ്ടല്ലേ. എന്ത് ഭംഗിയാണ്. ഇതാണ് ഒട്ടകപക്ഷി. എന്തോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക അവിടെ. അയ്യോ എന്ത് കടുത്തല്ലേ. അയ്യോ അതന്നെ എന്ത് കടുത്ത. മരുഭൂമികളിൽ ആഫ്രിക്കൻ മരുഭൂമികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഒട്ടകപക്ഷി. നല്ല ഹൈറ്റുള്ള ഒട്ടകപക്ഷി. വായ അടയ്ക്കുമ്പോ ഒരു ശബ്ദം. കടകടാച്ചിട്ട് ഹലോ. ശരിക്കും ഒട്ടകം പോലെ തന്നെ കേട്ടോ ഈ ഒട്ടകപക്ഷി എന്ന് പറയുന്നത്. അതെ ഒട്ടകം പോലത്തുള്ള പക്ഷി ഒട്ടകപക്ഷി. കൊള്ളാം. അതങ്ങ് പോയി. മാനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് ഇതിൽ മൊത്തം മാനാണ്. അതായത് മധ്യ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്ന മാനാണ് ഇതൊക്കെ. അത് ഒരു കാലത്ത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു മാന്. പിന്നെ ഇത് അമിതമായിട്ടുള്ള വേട്ടയാടൽ കാരണം ഇവിടെ പോയിട്ട് കാട്ടുപോയിട്ട് വേട്ടയാടലും മാനിനെ പിടിക്കലൊക്കെ അത് കുറഞ്ഞു വന്നു. ഇപ്പൊ അപൂർവമായിട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മുതൽ 12 വർഷം വരെ ഇത് ജീവിച്ചിരിക്കും. കുട്ടികളും ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾ. അതല്ലേ കൊമ്പില്ലാത്ത. ചില കൊമ്പുണ്ട്. സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സൂമിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് കുട്ടികൾക്കുള്ള പാർക്കും ഇതിലുണ്ട് കേട്ടോ. അതായത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിൽഡ്രൻസ് പാർക്ക് കൂടിയിട്ടുള്ള. ശീമയാലാണ് ഇത്. ശീമയാല്. ശീമയാലിന്റെ ഇല വൃത്തിയുണ്ട് അല്ലേ. ശരി കേട്ടോ. ശീമയാല് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന മ്യൂസിയം. ഇവിടെ മൊത്തം കിഡ്സ് പാർക്കൊക്കെയാണ്. കിഡ്സ് പാർക്കാണ്. കൊള്ളാം. അതാണ് അവര് അവിടെ സെക്യൂരിറ്റി ഉണ്ട് അതിന്റെ മുന്നിൽ. അപ്പൊ അവര് പറയും കുഞ്ഞു കുട്ടികൾക്കുള്ള പാർക്കാണത്, വലിയവർക്ക് ഇതിന്റെ കയറേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അത് 10 വയസ്സിന് 12 വയസ്സിനുള്ള കുട്ടികൾക്കുള്ള മാത്രം. 5ാം ക്ലാസ്സിലുള്ളവർ പഠിക്കണവർ കേട്ടില്ല. അതാ പറഞ്ഞ 5ാം ക്ലാസ്സിലെന്ന് പറഞ്ഞ പോലും കേട്ടില്ല കുട്ടികൾ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂമിന്റെ ഉള്ളിൽ എന്താ വെച്ചാൽ വൃക്ഷങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. പലതരത്തിലുള്ള മരങ്ങള്. ഞാൻ പറഞ്ഞു ശീമയാലൊക്കെ. അതായത് നല്ലൊരു തണുപ്പൻ ഏരിയ, കാട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരി. മുതല തന്നെയാണ് പടി. മുതല അത് അറ്റത്ത് കിടക്കുന്നതാണത്. ഒരെണ്ണെ കാണാളൂ ഇതില് മുതലന്നെ. എന്ന് വെച്ചാലേ ഒരാളിവിടെ വന്ന് എത്തി നോക്കിയാൽ എല്ലാരും വരും. അപ്പൊ നമ്മള് സ്വാഭാവികം. അതെ. അവിടേക്കാന്നാണ് മാർക്ക് കാണിച്ചിരിക്കണത്. ഈ വഴി പോവാം. അതെ. ഇലകളൊക്കെ ഉണ്ട്. എല്ലാരും ഇവിടെ വന്നതിന് ആർട്ട് മ്യൂസിയം കാണാൻ പോയോ എല്ലാരും? ആർട്ട് മ്യൂസിയം. അതെ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേറെ ടിക്കറ്റ് അല്ലേ? വേറെ ടിക്കറ്റ്. അഡൽട്ട് ആയവർക്ക് 10 വയസ്സ്, അല്ലാത്തവർക്ക് ചെറിയ കുട്ടികൾക്ക് 5 രൂപ. പിന്നെ അതൊക്കെ ഇവിടെ ഇരിക്കാനുള്ളൊക്കെ രസമുണ്ട്. പക്ഷെ അഴുക്കൊക്കെയാണ്. അഴുക്ക് അതിന്റെ കളറല്ലേ? അതിന്റെ കളറാട്ടോ. പച്ചക്കളറൊക്കെ പച്ചപ്പാണ്. കാരണം കാടല്ലേ, പച്ചപ്പാണല്ല. കൊള്ളാം. പിന്നെ ഞാനും പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇത് നോക്കിയാ പിന്നെ മഴമരം. ഇതൊക്കെ ഇതല്ലേ തായ്ലാൻഡിലെ ഈ പക്ഷി മീൻ പിടിക്കുന്നതിനായി ഇണക്കി വളർത്താറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പറഞ്ഞുവിടും, എന്നിട്ട് അത് മീൻ പിടിച്ചോണ്ട് വരും. അങ്ങനത്തെ ആണത്. മൈക്രോ കാർബോണിക്കർ എന്നൊക്കെ ഓരോ പേരുകളുണ്ട്. തായ്ലാൻഡിലെ ഈ പക്ഷികൾ മീൻ പിടിക്കാൻ ഇണക്കിയിട്ട് കൊണ്ടുപോകും. അതായത് അതിനെ ഇണക്കിയെടുത്തിട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് എന്ത് രസമല്ലേ. നമ്മള് ചൂണ്ടാന്നൊക്കെയാണല്ലോ. നമ്മള് വനത്തിലെത്തിയ ഇവിടെ നമുക്ക് കുറച്ചേരം ഇരുന്നാൽ നല്ല സുഖം കിട്ടും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ നല്ല വൃത്തിയുണ്ട്. നല്ല സുഖമായിട്ട് പിടിക്കാൻ. മുളയാണിത്, മഞ്ഞമുള. ഏത് പേരൊക്കെ എഴുതിട്ട് ആൾക്കാർ ഇവിടെ കണ്ടില്ലേ? ഓരോരുത്തരുടെ എവിഡൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നു പേരൊക്കെ എഴുതി കൊത്തുപണിയും കാര്യങ്ങളൊക്കെ എല്ലാരും ചെയ്തിട്ടുണ്ട്.
നല്ല രസമുള്ള മോളെ ഇത്. ഒരെണ്ണത്തിലല്ലേ പലരും ചെയ്തിട്ടില്ലേ? കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. കൊള്ളാം. ഇത് ഓരോരുത്തരും ഓരോ ഇതല്ലേ, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യും. അതാണ് എന്റെ പ്രത്യേകത. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയും കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പുലിയെ ഞാൻ തപ്പണത്. പുലി ഉണ്ടാവും, അതിനുള്ളിൽ പോയി നോക്കാം. പിന്നെ നമ്മളിപ്പോ പക്ഷികളുടെ ഒക്കെ ഇടയിൽ കൂടെ വന്ന് നമുക്ക് പുലിയുടെ പുലി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഞാൻ ഇവിടെ തണുപ്പ് കണ്ടപ്പോ ഇരുന്നതാ. അതെ, യുദ്ധപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പീരങ്കി കണ്ടല്ലോ. ഓക്കെ, പീരങ്കിയില് ഭംഗിക്കാ അവിടെ ചിലപ്പോ ഉണ്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്, കൊള്ളാം. അത് ശരിക്കും കേട്ടോ, പീരങ്കിയുടെ അതായത് കരിങ്കല്ല് ഉണ്ടാക്കിയതല്ല. അത് ഒറിജിനൽ ഇരുമ്പാ. ഉണ്ടോ, ഒറിജിനൽ ഇരുമ്പാണ് ഈ സാധനം. കൊള്ളാം, ഇരുമ്പിന്റെ. തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ശരിയാ, ഇത് രണ്ടും അതെ. പീരങ്കി. കൊള്ളാം. പിന്നെ വിശ്രമ കേന്ദ്രം പുള്ളിമാനാണ് കേട്ടോ. പുള്ളിമാനാണ്. ഇവിടെ ഇഷ്ടം പോലെ പുള്ളിമാനുകളുണ്ട്, ഇഷ്ടം പോലെ കുറേ ഉണ്ട്. അടിപൊളി, ഒരു ഭംഗിയ കാണാൻ. നല്ല രസമുണ്ടല്ലേ പുള്ളിമാനെ കാണാൻ. കസ്തൂരിമാൻ ഏതാ? പുള്ളിമാൻ കിടാവേ കേട്ടിട്ടില്ല. ഈ കസ്തൂരിമാൻ ഏതാ? കസ്തൂരിമാൻ വേറെയാണ്. അതിന്റെ കൊമ്പിന്റെ ഇവിടെ ഒരു ഇതുണ്ടാവുന്നതാണ് കസ്തൂരി. ഓഹോ, അതാണ് കസ്തൂരി. നമ്മള് പറഞ്ഞില്ല ഇഷ്ടം പോലെ മരങ്ങളുണ്ട് കേട്ടോ. ഇത്തിമരം ഇത് ഇത്തി അരയാല് പേരാല് എന്നൊക്കെ പറയില്ലേ, അതിലത്തെ ഇത്തിമരാണ് ഇത് കേട്ടോ. എങ്ങനെ? ഇത്തി അരയാല് പേരാല് അതിലത്തെ ഇത്തിമരാണ് ഈ കാണുന്നത്. കൊള്ളാം, അടിപൊളിയാണ് ഇത്തിമരം. ഇവിടെ മാനുകളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അവിടെ മാനുകളൊക്കെ ഫുഡൊക്കെ വെച്ചോണ്ടിരിക്കും ഇപ്പൊ അവിടെ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകും. അതുപോലെ തന്നെ വന്നോണ്ടിരിക്കുമ്പോ കൊച്ചിയില് രാജാക്കന്മാർ ഉപയോഗിക്കേണ്ടിരുന്ന വഞ്ചികളൊക്കെ ഉണ്ടല്ലേ. കൊച്ചി അറിയാതെ പിന്നെ മൊത്തം വെള്ളം കാര്യങ്ങളൊക്കെയാണ് കൊച്ചിയില്. അവിടെ വഞ്ചികളൊക്കെ ഉണ്ട്. അപ്പൊ ആ 2 വഞ്ചികളുണ്ട്, കണ്ടില്ലേ? 2 വഞ്ചി. വഞ്ചി മ്യൂസിയത്തിലാക്കിയ പോലെ കാണാൻ വേണ്ടിട്ടുള്ളതാണ്. എന്തെങ്കിലും കണ്ടോക്കാം. 2 വഞ്ചി ഉണ്ട് കേട്ടോ. അതെ, 2 വഞ്ചികളുണ്ട്. 2 വഞ്ചി കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചിയാണത്. കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ആ 2 വഞ്ചി കണ്ടപ്പോ ഞാൻ ആലോചിക്കും, പണ്ട് കാലത്തെ വഞ്ചിയുടെ ഒക്കെ ഒരു മോഡലേ. കാരണം അതിലൊരു റൂം പോലെയുണ്ട്. കൊച്ചി രാജാവിന് സഞ്ചരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളില് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജനലൊക്കെ കാണാൻ എന്തൊരു ഭംഗി. നല്ല ഭംഗിയുള്ള എന്തൊരു ഭംഗിയാണ് ആ ജനലും വാതിലൊക്കെ. അതെ, വെള്ളയും നീലയും കളറട്ടെ അതിന്റെ കളറ്. ഇത് ഒട്ടകപക്ഷിയല്ലേ? ഇതൊക്കെ ഒട്ടകപക്ഷി. ഇപ്പൊ നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് നോക്കാം, ഒട്ടകപക്ഷികൾ തന്നെയാണ് മെയിൻ ആയിട്ട് കാണാനുള്ളത്. ഇത് വേറെ തരം ഇത് ഒട്ടകപക്ഷിയല്ലേ? എമു. അത് എമു. അത് എമു. പക്ഷികളുടെ രൂപത്തിലുള്ള എമു അല്ലേ? അതെ അതെ അതെ, എമു. ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നതാണ് ഇതിനെ. ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കണ്ടില്ലേ? അതാണ്. ഹായ്. എമു എന്നെ നോക്കി, ആദ്യം മൈൻഡ് ചെയ്തില്ല, പിന്നെ മൈൻഡ് ചെയ്തു. നിരു എന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു എമുവിന്. കൊള്ളാം. ഇവിടെ 3D ദൃശ്യാനുഭവം ആസ്വദിക്കാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അടച്ചിട്ടുണ്ട്. തിയേറ്റർ അല്ലേ? തിയേറ്ററാണത്. 3D ചില സാങ്കേതിക കാരണങ്ങൾ 3D തിയേറ്റർ പ്രവർത്തിക്കുന്നില്ല. അടച്ചിട്ടിരിക്കുകയാണ്. സൂപ്രണ്ട് പറഞ്ഞേക്കണത്. അതെ, ശരി. അതെ, കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ കാണാൻ പറ്റിയില്ല. ആദ്യമായിട്ട് തന്നെ ആദ്യമായിട്ട് തന്നെ ഇനി മാംസ ബുക്കുകളാട്ടോ. പുലി, സിംഹം, അങ്ങനെയുള്ള ഐറ്റംസുകളാണ്. കാട്ടുപൂച്ച, കൂർക്കമലി. അത് പുലിയുടെ ശബ്ദമല്ല. അപ്പൊ സിംഹമുണ്ട്, ബംഗാൾ സിംഹം, ടൈഗർ ഉണ്ട്, ബംഗാൾ കടുവ, അതുപോലെ തന്നെ പുള്ളിപ്പുലി, പുള്ളി, ചീറ്റപ്പുലി എന്നും പറയൂട്ടോ. കാട്ടുപൂച്ച, പുള്ളിപ്പുലി. അതാ പോണ്ട. ഇതാ കണ്ട, അതാ പോണു. പുലിയെ പോണു. അങ്ങനെ വഴിയുണ്ട്. ഓ, അടിപൊളി. ഇത് കടന്നുറങ്ങാണ്. ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നിറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അതവിടെ ശബ്ദം ഉണ്ടാക്കണ്ടാ. അയ്യോ, കൊള്ളാം. എന്തായാലും ഇവിടെ കിടന്നുറങ്ങാൻ ബംഗാൾ ടൈഗറിനെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ബംഗാൾ ടൈഗർ, കടുവ, അതന്നെ, അങ്ങനെ വേണം പറയാം. സിംഹം കിടന്നുറങ്ങാണ്. കാണുന്നത് സിംഹം ഉറക്കത്തിലാണ്. ഫുഡൊക്കെ അടിച്ച് നല്ല ഉറക്കത്തിലാണ് സിംഹം. എന്ത് വലിപ്പല്ലേ! നല്ല വലിപ്പാണ് സിംഹത്തിന്. കൊള്ളാം, നല്ല അടിപൊളി. അതാ ഒരു രസമാണ്.
കൊള്ളാൻ എന്തായാലും രസമുണ്ട് കാണാൻ. നോക്കണിട്ട പുറത്തേക്ക് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അത് അവിടെ വൃത്തിയാക്കുന്നുണ്ട് ഇവിടുത്തെ. അത് നോക്കാല്ലേ, ജീവനക്കാരും വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ അവരെന്നും കാണുന്നതല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു പരിചയത്തിലാണ് അവിടെ ഇരുന്നു ഇരിക്കാൻ പറയുമ്പോ ഇരിക്കും. അതാ കൂട്ട് കയറാൻ വേണ്ടിട്ടാണത്. എന്താ വലിപ്പല്ലേ അതിന്റെ, എന്ത് നീളല്ലേ. ഓ എന്തൊരു വലിപ്പമാണ്. ഞാൻ ആദ്യമായിട്ട് പുലിനാണ്. പുലിയല്ല, കടുവ. കടുവ. ആഹാ, എന്തോ ആലോചിക്കണ പോലെ നടത്താൻ കാണുമ്പോ അല്ലേ, എന്തോ ഒരു പ്രശ്നമുണ്ട്, ആലോചിച്ച് തീർക്കണം. പുലിമുരുകൻ സിനിമ കണ്ടില്ലേ നമ്മള്, അതില് പുലീനെ പിടിക്കണില്ലേ ലാലേട്ടൻ. നമുക്കത് സിനിമയില് കാണുമ്പോ നമ്മള് ഭയങ്കര എൻജോയ് ചെയ്യും. പക്ഷെ ഇത് നേരിട്ട് ഇതിനെ കാണുമ്പോ അയ്യോ, ഇങ്ങനെ ഒരു സാധനം നമ്മളെ നേരെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥിതി ആലോചിക്ക്. ഹായ് ചേട്ടാ, ഹായ്. പെട്ടെന്ന് ചാടി വരും കേട്ടോ. അയ്യോ, കടുവനെ സിംഹത്തിനെ കണ്ടു. കടുവ അങ്ങോട്ട് നടക്കുന്നുണ്ട്. സിംഹം പക്ഷേ ഉറക്കല്ലേ, സിംഹം ഫുഡൊക്കെ അടിച്ചിട്ടേ നല്ല ഉറക്കത്തില്ല സിംഹം. പിന്നെ ഇവിടെ വന്നപ്പോ പുള്ളിപ്പുലി ഉണ്ട് ഇവിടെ. പുള്ളിപ്പുലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാധനങ്ങൾ ചിറ്റപ്പുലി. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്, പവർഫുൾ ആയിരിക്കും ഇതിന്റെ ഓട്ടം. നല്ല അങ്ങനെ ഏരേനെ ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പൊ 15-20 വർഷം വരെയാണ് ജീവിച്ചിരിക്കുന്നത്. ഈ കൂട്ടിലും ആ കൂട്ടിലും ഉണ്ട്. പക്ഷെ അവിടേക്ക് ഒരു ഇരുട്ടായതുകൊണ്ട് വ്യക്തമായിട്ടുണ്ട് കാണാനില്ല, ഇരുട്ടാണ്. പുള്ളിപ്പുലി നമ്മുടെ മൃഗയ സിനിമ ഉണ്ട് മമ്മൂട്ടിയുടെ, അതില് ഇതിനെയാണ് ഇങ്ങനത്തെ പുള്ളിപ്പുലിനെയാണ് അതില് കാണിക്കുന്നത്. മൃഗയ സിനിമ ഉണ്ട് മമ്മൂട്ടിയുടെ. അവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അവിടെ നിന്നപ്പോ മൊത്തം കുരങ്ങന്മാരെ അവിടെ. രസമാണ്. എത്ര കുരങ്ങന്മാരല്ലേ, ഇതൊരു വള്ളിയുമൊക്കെ തൂങ്ങിയിരിക്കും ഒരാള്. റിങ്ങിന്റെ മുകളിൽ കണ്ടോ. ഇത് ഭയങ്കര അവിടെ ഒരാൾ ഇരിക്കണോ, എന്ത് രസമായിട്ടാ അവിടെ തൂങ്ങിയിരിക്കുന്നുണ്ട. കൊള്ളാം. ചാടി ചവിട്ടി അവിടെ കേറി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കണവര്. അവിടെ കൊറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കണ്ണിന്റെ മുകളിൽ എന്താ ഇതില്ലേ, പാലുണ്ണി പോലെ ഒരു സാധനം. കുരങ്ങന്മാരെ കണ്ടിട്ട് വന്നപ്പോ ഇവിടെ ഒരു സ്വർണ്ണക്കോഴിയാണ് കേട്ടോ. അത് പശ്ചിമ ചൈനയിലെ കാടുകളിൽ കണ്ടുവരുന്ന കോഴിയാണ് സ്വർണ്ണക്കോഴി എന്ന് പറയുന്നത്. 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ് ആയുസ്സുള്ളത്. പിന്നെ മുട്ട വിരിയാനുള്ള ദൈർഘ്യം 22 മുതൽ 23 ദിവസം വരെ. അത് തന്നെ സ്വർണ്ണക്കോഴി മാത്രല്ല കേട്ടോ, വെള്ളിക്കോഴിയും കൂടി ഉണ്ട്. നല്ല ഇതൊക്കെ മറ്റേ സ്വർണ്ണക്കോഴികളെ നല്ല രസമാണ്. ശരിക്ക് ചൈനക്കാരുടെ ഒരു കളറ് തന്നെ കേട്ടോ ഇതില്, വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ. നല്ല ഭംഗിയിട്ട് കാണാം കേട്ടോ, എന്ത് ഭംഗിയാ കാണാൻ. അപ്പൊ എന്ന് വെച്ചാലേ സ്വർണ്ണക്കോഴി മാത്രല്ല കേട്ടോ, വെള്ളിക്കോഴി ഉണ്ട്. വെള്ളിക്കോഴി ആകുമ്പോ അതിനെക്കാട്ടി കൂടുതൽ ആയുസ് വരെയുണ്ട്. 15 വയസ്സ് വരെ ഉണ്ടാവും. കോഴികളല്ലേ ഇവിടുത്തെ, കോഴിക്കോടല്ലേ കോഴി, അത് മുയലല്ലേ. എലീനെ ഇവര് വളർത്തണതല്ല ഇവിടെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കയറുന്നതാണ്. മുതല ഉണ്ടിട്ടതില്ലേ, അതാ കിടക്കുന്നുണ്ട് മുതല. പക്ഷെ അതിന് നീന്താൻ സ്പേസ് പോരാ അല്ലേ, അങ്ങനെ കിടക്കല്ലേ, രണ്ടറ്റം മുട്ടിട്ട് കിടക്കുന്നത്. അതെ, അങ്ങനെ കിടക്ക അവിടെ. മുതല കൊള്ളാൻ തരും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് മാത്രല്ല, അത് അങ്ങനെ കിടക്കുക, അതെനിക്ക് മനസ്സിലാവാത്തത്. അനങ്ങൊന്നില്ലേ, അനങ്ങൊക്കെ ചെയ്യും. അതിപ്പോ അങ്ങനെ കിടക്കണതാണത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടേ, എന്നിട്ടാ മുതല കിടക്കുന്ന നോക്കിയേ, മൂക്ക് വെള്ളത്തിൽ മുങ്ങിട്ട് കിടക്കുന്നത്. അപ്പൊ അതിന് ശ്വാസം കിട്ടും. അത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റണ ഒരു ജീവിയാണ് മുതല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. എങ്കിലും നമ്മൾ ആലോചിക്കുമ്പോഴേ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുമ്പോ
ഇതിന്റെ തല എന്ന് പറയണ അവിടെ അല്ലേ? അതാണ് തല, അത് വാലിലും വളച്ചു വെച്ചിട്ട് കിടക്കുന്നത്. അതെ അതെ, കൊള്ളാം കൊള്ളാം, എന്ത് രസാ. നമ്മളൊക്കെ നോക്കണ്ടത്. അപ്പൊ ഇവിടെ നടന്ന് ക്ഷീണിച്ച ആൾക്കാർക്ക് ഇവിടെ വന്നാ ഇരിക്കാൻ പറ്റും, ഇരിക്കാനുള്ള വിശ്രമ കേന്ദ്രം. ഇവിടെ സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് അവിടെ നിന്ന് മൃഗങ്ങളെ കണ്ടിട്ട് നമ്മൾ ഇത് കൊണ്ട് വന്നിട്ട് നമ്മളിവിടെ സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന വിശ്രമ കേന്ദ്രം ഉണ്ട് ഇവിടെ. ഈ മയിലിനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ല വെച്ചാ. വരണ വഴിക്ക് കണ്ടാട്ടോ അവിടുന്ന് കുരങ്ങനും അതുപോലെ തന്നെ മുതലൊക്കെ കണ്ടാണ് മയിലൊക്കെ എന്ത് ഭംഗിയാ കാണാൻ. രസല്ലേ? മഴക്കാറുണ്ടാവുമ്പോ പീലി വിടർത്തി നിൽക്കും, അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി. ശരിയാ, നല്ല സ്റ്റൈൽ. നോക്കി അതിന്റെ കളറ് നോക്ക്, എന്ത് ഭംഗിയുള്ള കളറാണ്. അതാണ് പീക്കോക്ക് കളർ എന്ന് പറയണത്. വയലറ്റ് നോക്കി അതിന്റെ കഴുത്തിന്റെ ഭാഗത്ത് എന്ത് ഭംഗിയുള്ള കളറല്ലേ. നല്ല രസമാണ്. നീല ഒരു പ്രത്യേക ഭംഗി. കൊള്ളാം. നിനക്ക് ബാക്കിയുള്ള ഇങ്ങോട്ട് എത്തുമ്പോ ഇവിടെ മലമ്പാമ്പിന്റെ ഉണ്ടെന്ന് ദക്ഷിണ ഏഷ്യയിലെ മഴക്കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. മലമ്പാമ്പ് എവിടെ ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. മലമ്പാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചേര കിടക്കുന്ന മലമ്പാമ്പ്. എന്താ ഇതിന്റെ കളർ നോക്കിയാ കോരിത്തിരിക്കുന്നു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുകയാണ്. കിടക്കുന്നുണ്ട. ഇവിടെ കുറെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മറ്റേ ശംഖുവരയൻ, ചേര, നെഗ്രിക്യുലേറ്റ് പെരുമ്പാമ്പ്, അങ്ങനെ പല ടൈപ്പ് പാമ്പുകളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു പാമ്പിനെ കാണാനല്ലോ. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം. അവിടെ കുറെ പാമ്പുകളുണ്ടാവും. ഇവിടെ അധികം സംസാരിക്കരുത്, നിശബ്ദത വേണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ സംസാരിക്കാം. ഡേഞ്ചർസ് ആണത്, അപകടമാണ്. പാമ്പിൻ കൂടിനകത്തെ ബാരിക്കോഡിനുള്ളിൽ പ്രവേശിക്കുകയോ ഉഗ്രമുള്ള വിഷമുള്ള പാമ്പുകളെ പിടിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ കണ്ട, ദയവായി. അത് ചേരയാണ്. മറ്റത് മൂർഖനാണ്. മൂർഖൻ അവിടെ ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കുവാണ് കളർന്ന്. ചേട്ടാ, ഇവിടെ നമ്മുടെ പാർക്ക് വേറെ സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ടോ? ഇല്ല, മറ്റേ പുത്തൂർക്ക് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒന്നിനും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയിട്ടില്ലേ? കുറച്ചെണ്ണത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിവിടെ മുന്നേ വരുമ്പോ ഒരു ജിറാഫിനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പഴല്ല കേട്ടോ, വർഷം കുറേ. ഒരു 89-90 അതെ, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തായിരുന്നു അത്. അന്നുണ്ടായിരുന്നു എൻട്രി. എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അവിടുന്ന് ഇഷ്ടം പോലെ അതല്ലേ. അതുപോലെ ഒരു എന്താ പറയാ, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു ഇതില് വെള്ളത്തില്. അതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിക്കാണല്ലേ. കൂട് അവിടെ വറക്കാച്ചത്. ഇപ്പൊ ഈ അടുത്ത് ഒരു നല്ലൊരു കാറ്റും മഴയൊക്കെ വീശില്ലോ, മരങ്ങള് കൂടിന്റെ ഉള്ളിലേക്ക് വീണിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ റിപ്പയറിംഗിന് ഭാഗമായിട്ട് അവിടേക്ക് അലോഡല്ല. അത് കാരണമാണ് അവിടെ കാണാത്തത്. ശരിയാ, പ്ലാവിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പുത്തൂരത്തെ മൃഗശാല ഓപ്പൺ അല്ല. അത് എന്നാണ് ഓപ്പൺ ആക്കണം? അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ ഇവിടുന്ന് കുറച്ച് മൃഗങ്ങളെയാണ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം, എണ്ണം കൂടുതലുള്ളതിനോ. എന്തോരം പാമ്പുകളവിടെ. കൊള്ളാല്ലേ. ഇത് നോക്കിയേ, ഇത് മൂർഖൻ പാമ്പാണ്ടത്. താഴെ കിടക്കുന്നുണ്ടോ? അമ്പോ, ഇതെല്ലാം പാമ്പുണ്ട്. മൂർഖൻ വെള്ളം കുടിക്കുന്നുണ്ടോ? മൂർഖൻ വെള്ളം കുടിക്കുന്നു. അത് കുറച്ച് പ്രായമുള്ള പാമ്പാണ് തോന്നുന്നുണ്ട് കേട്ടാ. പടം ഊരാരായി തോന്നുന്നുണ്ട്. പടം ഊരാരായി കിടക്കുന്നു. ഇഷ്ടം പോലെ പിള്ളേർ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. നമ്മൾ കുറച്ച് പാമ്പുകളെ കണ്ടെന്നുണ്ട്. അപ്പൊ അതേ പാമ്പുകളില്ലേ, അപ്പൊ അവിടെ നമ്മൾ ഇൻഫർമേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ പുത്തൂര് പുതിയൊരു പണി നടക്കുന്നത് ഇതിന്റെ തന്നെ ഇതിന്റെ സൂമിന്റെ പണിയാണ്. അപ്പൊ എണ്ണത്തിൽ കൂടുതലുള്ള മറ്റേ മൃഗങ്ങളെന്നൊക്കെ കുറച്ചെണ്ണത്തിന് അങ്ങോട്ട് മാറ്റിയിരിക്കണം. പിന്നെ ഇവിടെ മ്ലാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു ജീവിയുടെ പേര് പറഞ്ഞല്ലോ, കരടി, മ്ലാവ് കരടി. അപ്പൊ അവിടേക്ക് മറ്റേ വർഷക്കാലത്ത് ഈ കാറ്റും ഒക്കെ വന്നപ്പോ ഈ മരം ഒടിഞ്ഞു വീണിട്ട്. ഓക്കെ, നമ്മള് ഇവിടെ വന്നപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടെ ഉള്ളിൽ നമ്മള് സ്നേക്കിനെ നമ്മൾ കണ്ടുപോയി. പേടിപ്പിക്കണ സ്നേഹിക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സൂം ഉണ്ട് നമ്മുടെ ഈ പുത്തൂര് പുതിയതായിട്ട് പണിയുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് എണ്ണത്തിൽ കൂടുതലുള്ള മൃഗങ്ങൾ ഇപ്പൊ മറ്റേ പുലി അങ്ങനെയുള്ള ഐറ്റംസുകൾ എണ്ണത്തിൽ കൂടുതൽ തന്നെ മറ്റേ കുറച്ചെണ്ണത്തിന് അങ്ങോട്ട് ഒരു കരടിനെ പിന്നെ പിന്നെ ഈ കരടി മ്ലാവും അതിവിടെ മഴക്കാലത്ത് കൊമ്പുകളെ പൊടിഞ്ഞു വീണിട്ട് അവിടെ കൂടി കംപ്ലൈന്റ് ആയതുകൊണ്ട് അത് റെഡിയാക്കാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല ആർക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കാണാത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇനി പുത്തൂരത്തെ സൂം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. ഒരുപാട് എണ്ണത്തിനെ കൊണ്ടുവന്നു. കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് സൂം കണ്ടു നമ്മള്. അപ്പൊ നമ്മള് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.